പുതിയൊരു രാഹുൽ ഗാന്ധി. റിപ്പോർട്ടുകൾ പ്രകാരം രാഹുൽ ഗാന്ധിയുടെ പുതിയ പതിപ്പ് ബീഹാറിൽ ലോഞ്ച് ചെയ്യും. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് വൻ ജനപങ്കാളിത്തം. ഇതിപ്പം എല്ലാ വർഷവും രാഹുൽ ഗാന്ധിയുടെ പുതിയ വേർഷനുകൾ ഇറങ്ങാറുണ്ട്. രാഹുൽ 2.0, 3.0, 4.0 അങ്ങനെ എത്ര പതിപ്പുകൾ ഇറങ്ങി എന്ന് നമുക്ക് തന്നെ നിശ്ചയമില്ല. ഇത്തവണ ഈ കാണുന്ന രാഹുൽ ഗാന്ധിയുടെ പുതിയ വേർഷൻ യഥാർത്ഥത്തിലുണ്ടോ അതോ വെറും ഹൈപ്പാണ്? ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പിന്നിലെ ചില കാര്യങ്ങൾ മാധ്യമങ്ങൾ നിങ്ങളോട് പറയാത്ത ഉള്ളുകളികൾ. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്രയുടെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ. ഈ യാത്ര വിജയമായാലും പരാജയമായാലും ഇതിനെ ബാധിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ. ഇതൊക്കെ നമുക്ക് കാണാം. ബീഹാറിൽ രാഹുൽ തരംഗം ആഞ്ഞടിക്കുന്നു എന്നാണ് പൊതുവെയുള്ള മാധ്യമ റിപ്പോർട്ട്. ഇത് സത്യമാണ്. ബീഹാറിൽ രാഹുൽ ഗാന്ധി ഒരു തരംഗം സൃഷ്ടിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചരിത്രത്തിൽ ആദ്യമായി വെറുതെ റാലികളിൽ വന്ന് പ്രസംഗിച്ചു പോയി തിരഞ്ഞെടുപ്പിനെ നേരിട്ട് അതിൽ പരാജയപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ പര്യടനത്തിന് പോയി വീണ്ടും തിരികെ വന്ന് അടുത്ത ഇലക്ഷനെ നേരിടുന്ന രാഹുൽ ഗാന്ധിയിൽ നിന്ന് വിഭിന്നമായി നേരത്തെ കളത്തിലിറങ്ങി റാലികൾ നടത്തി ബീഹാറിൽ കോൺഗ്രസിന്റെ ഇലക്ഷൻ നേതൃത്വം സ്വയം ഏറ്റെടുത്തിരിക്കുന്നു. ഇതാദ്യമായാണ് രാഹുൽ ഗാന്ധി ഈ രീതിയിൽ ഒരു ഇലക്ഷനിൽ മുന്നിട്ടിറങ്ങി. 1300 കിലോമീറ്റർ ദൂരം, 23 ജില്ലകൾ, 50 അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷനുകൾ, ഇതിലൂടെയൊക്കെ കടന്നു പോകുന്ന വലിയൊരു യാത്രയാണ് വോട്ടർ അധികാര യാത്ര. ഭാരത് ജോഡോ യാത്രയിൽ നിന്ന് രാഹുൽ ഗാന്ധി പഠിച്ച പല പാഠങ്ങളും കൃത്യമായി വോട്ടർ അധികാര യാത്രയിൽ അവർ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ഗുണം ഗ്രൗണ്ടിലും PR വർക്കിലും മാധ്യമങ്ങളിലും വ്യക്തമായി പ്രതിഫലിക്കുന്നു. രാഹുലിന്റെ യാത്ര ബീഹാറിൽ ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് ട്രെൻഡ് സൂചിപ്പിക്കുന്നത്. എന്താണ് വോട്ടർ അധികാര യാത്രയുടെ ലക്ഷ്യം? ഇതറിയണമെങ്കിൽ ആദ്യമായി എന്താണ് ബീഹാറിൽ ഇലക്ഷൻ കമ്മീഷൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന SIR എന്ന് മനസ്സിലാക്കണം. ഇലക്ഷൻ കമ്മീഷൻ വീട് വീടാന്തരം ബീഹാറിൽ കയറിയിറങ്ങി ഓരോ വ്യക്തിയുടെയും വോട്ടർ പട്ടികയിലെ അവരുടെ പേര് അത് അവരുടെ ഡോക്യുമെൻറ്റുമായി മാച്ച് ചെയ്യുന്നു. ഇല്ലെങ്കിൽ എന്താണ് പ്രശ്നം, അവരുടെ കയ്യിൽ അത് തെളിയിക്കാനുള്ള ഡോക്യുമെൻ്റ് ഉണ്ടോ, ആൾ സ്ഥലത്തുണ്ടോ, നാട് വിട്ടുപോയോ, മരിച്ചോ, ഇതൊക്കെ കൃത്യമായി ഇലക്ഷൻ കമ്മീഷൻ്റെ ബൂത്ത് ലെവൽ ഓഫീസർമാർ പരിശോധിക്കുന്നു. ഈ പരിശോധനയ്ക്ക് ശേഷം അവർക്ക് ഡോക്യുമെൻ്റ് ഒന്നും ഇല്ല എങ്കിൽ ഏറ്റവും കുറഞ്ഞത് അയൽവാസികളുടെ സാക്ഷ്യപത്രമെങ്കിലും ഇവർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കുന്നു. ഇതൊന്നുമില്ല എങ്കിൽ ആൾ ഇന്ത്യൻ പൗരനല്ല, അല്ലെങ്കിൽ അവർക്ക് മതിയായ യാതൊരു രേഖകളുമില്ല, അയൽവാസികളും അവരുടെ തെളിവുകൾ അവർ ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന് തെളിവുകൾ കൊടുക്കുന്നില്ല എങ്കിൽ ഇവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ഈ പ്രസിദ്ധീകരിക്കുന്നതിന് ശേഷം കുറേ ദിവസം അവർക്ക് ഇത് പരിശോധിച്ച് തെളിവുകൾ ഹാജരാക്കാവുന്നതാണ്. വോട്ടർമാർക്ക് മാത്രമല്ല വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത് ചലഞ്ച് ചെയ്യാവുന്നതാണ്. ഇത് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാവുന്നതാണ്. ഇതിനൊക്കെ ശേഷം അവർ വോട്ടിംഗ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. ആകെ ബീഹാറിലെ 7.9 കോടി വോട്ടർമാരിൽ 7.2 കോടിയുടെയും ഡോക്യുമെൻറ്റുകൾ ഇതിനോടകം വെരിഫൈ ചെയ്യപ്പെട്ട് കഴിഞ്ഞു എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഡേറ്റ സൂചിപ്പിക്കുന്നത്. ഇത്ര വലിയ രീതിയിൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നടന്നതിന് ശേഷം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. 65 ലക്ഷം വോട്ടർമാർ ബീഹാറിലെ വോട്ടിംഗ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കാൻ പോകുന്നു. അവർക്ക് മതിയായ ഡോക്യുമെൻറ്റുകളില്ല, അവർ ആരാണെന്ന് തെളിയിക്കുന്ന രേഖകളില്ല, അയൽവാസികൾ അവരെ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല. ഇതിനെതിരെ പ്രതിപക്ഷവും മറ്റ് ചില NGOകളും ഒക്കെ കോടതിയിൽ പോയി ഇത് തടയണം എന്നും നിലവിൽ ഇത് ചെയ്യാൻ പാടില്ല എന്നുമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോയെങ്കിലും കോടതി അത് അംഗീകരിച്ചില്ല. ഇലക്ഷൻ കമ്മീഷൻ്റെ അധികാരപരിധിയിൽ കൈകടത്താൻ തങ്ങൾക്കാവില്ല എന്ന് കോടതി വ്യക്തമാക്കി. നമ്മുടെ പല മാധ്യമങ്ങളും ഈയൊരു ഭാഗം അവരുടെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഇതിൽ ട്രാൻസ്പെറൻസി വേണമെന്നും ഇതിന് എന്തുകൊണ്ട് പുറത്താക്കപ്പെടുന്നു എന്ന് ഏതൊരു പൗരനും മനസ്സിലാക്കാൻ സാധിക്കണം എന്നും അവർക്ക് അതിനെതിരെ ഒബ്ജക്ഷൻ കൊടുക്കാനുള്ള അവസരം വേണം എന്നും കോടതി ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടു. അതായത് ബീഹാറിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഈ പറഞ്ഞ 65 ലക്ഷം ആളുകൾ പുറത്താക്കപ്പെടാൻ പോകുന്നു എന്നതാണ് സത്യം. ഈ 65 ലക്ഷം എന്നൊരു സംഖ്യ ഓർത്തിരിക്കണം, കാരണം ഈ ഫിഗർ വളരെ പ്രധാനപ്പെട്ടാണ്. ഈ പുറത്താക്കപ്പെടുന്ന 65 ലക്ഷം ആളുകൾ ആരാണ് എന്നത് വലിയൊരു ചോദ്യമാണ്. BJPക്കും കോൺഗ്രസിനും ഇതേപ്പറ്റി 2 വിഭിന്നമായ ഉത്തരങ്ങളാണ്. BJP പറയുന്നത് ബംഗ്ലാദേശി കുടിയേറ്റക്കാർ ബീഹാറിൽ ധാരാളമുണ്ട് എന്നും, അതായത് അനധികൃതമായി ബംഗ്ലാദേശിൽ നിന്ന് ബീഹാറിലേക്ക് വന്ന ആളുകൾ ധാരാളമുണ്ട് എന്നും അവരാണ് ഈ വലിയ സംഖ്യ എന്നുമാണ്.
അതായത് BJP കണക്ക് കൂട്ടുന്നത് ഈ പുറത്താക്കപ്പെടുന്ന ആളുകൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിരുന്ന കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കാണ് എന്നാണ്. ഇവർ ഇന്ത്യൻ പൗരന്മാരല്ല എന്നും ഇവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല എന്നും ഇവർ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെടണം എന്നുമാണ് BJP പറയുന്നത്. കോൺഗ്രസിൻ്റെ ആരോപണം കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കായ അധസ്ഥിതർ, പിന്നോക്കക്കാർ, ന്യൂനപക്ഷക്കാർ ഇവരെയൊക്കെ പുറത്താക്കാനുള്ള BJPയുടെയും ഇലക്ഷൻ കമ്മീഷൻ്റെയും ആസൂത്രിതമായ ശ്രമമാണ് എന്നാണ്. എന്തു തന്നെയായാലും ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട ലിസ്റ്റ് പ്രകാരം പുറത്താക്കാൻ അവർ രേഖപ്പെടുത്തിയിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ വളരെയധികം ബംഗ്ലാദേശി പൗരന്മാർ, നേപ്പാളി പൗരന്മാർ ഇവരെയൊക്കെ ഉണ്ട് എന്നാണ്. ഏറ്റവും കുറഞ്ഞത് ഈ ഒരു കാര്യത്തിലെങ്കിലും BJPയുടെ വാദം കുറേയൊക്കെ ശരിയാണ് എന്ന് നമുക്ക് അംഗീകരിക്കേണ്ടി വരും. ബീഹാർ ഇലക്ഷൻ്റെ മുഴുവൻ ഫലത്തെയും മാറ്റിമറിക്കാൻ മാത്രം കെൽപ്പുള്ളതാണ് ഈ പറഞ്ഞ 65 ലക്ഷം വോട്ടർമാർ. 2019 ലോക്സഭാ ഇലക്ഷനിൽ NDA സഖ്യം ബീഹാർ തൂത്തുവാരി. ആകെ 40 സീറ്റിൽ 39ലും BJP NDAയാണ് വിജയിച്ചത്. അവരുടെ വോട്ട് ഷെയർ 50% ഉയർത്താൻ കഴിഞ്ഞ 2019 ലോക്സഭാ ഇലക്ഷനിൽ സാധിച്ചു. മഹാഗഡ്ബന്ധൻ്റെയും NDAയുടെയും വോട്ട് തമ്മിലുള്ള വ്യത്യാസം 2020 ഇലക്ഷനിൽ എന്തായിരുന്നു എന്ന് നോക്കിയാൽ ഡിലീറ്റ് ചെയ്യപ്പെട്ട വോട്ടർമാർ എങ്ങനെ ഇലക്ഷൻ ഫലത്തെ സ്വാധീനിക്കും എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ട് മുന്നണികളും തമ്മിലുള്ള വോട്ട് ഷെയറിലെ വ്യത്യാസം ഏതാണ്ട് 0.03%, അതായത് വളരെ 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 ചെറുതായിരുന്നു. ഏകദേശം തത്തുല്യമായ അളവിലുള്ള വോട്ടുകളാണ് രണ്ട് പാർട്ടികൾക്കും ലഭിച്ചത്. ഈ ഒരു ലിസ്റ്റിലേക്കാണ് ഏകദേശം 3 ലക്ഷം ആളുകൾ ഈ വരുന്ന ഇലക്ഷനിൽ കൂട്ടിച്ചേർക്കപ്പെടുകയും 65 ലക്ഷം ആളുകൾ പുറത്താക്കപ്പെടുകയും ചെയ്യുന്നു. ഒരു മണ്ഡലത്തിൽ 10,000 വോട്ടുകൾ മാത്രം കൂട്ടിച്ചേർക്കപ്പെടുകയോ ഡിലീറ്റ് ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്താൽ ഇലക്ഷൻ ഫലം മൊത്തത്തിൽ മാറിമറിയും എന്നിരിക്കെ അതിൻ്റെ 2-3 ഇരട്ടി വോട്ടുകളാണ് ഡിലീറ്റ് ചെയ്യപ്പെടുകയും പുതുതായി കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്യുന്നത്. ഇനിയൊരു രസമുണ്ട്. ഈ ഡിലീറ്റ് ചെയ്യപ്പെടുന്ന വോട്ടുകളിൽ വലിയൊരു ഭാഗവും ഏതാണ്ട് സീമാഞ്ചൽ എന്ന് പറയുന്ന മേഖലയിലാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്, പിന്നാലെ പറയാം. ബീഹാറിൽ 2 വോട്ടിംഗ് ബെൽറ്റുകളാണുള്ളത്. ഒന്ന് MY ബെൽറ്റ്, അതായത് മുസ്ലിം യാദവ് ബെൽറ്റ് എന്നറിയപ്പെടുന്നു. മറ്റത് പിന്നോക്കക്കാരുടെയും സവർണ ബ്രാഹ്മണരുടെയും ഒരു മേഖല. ഇത് കേൾക്കുമ്പോൾ തന്നെ ഊഹിക്കാം, ആദ്യം പറഞ്ഞ മുസ്ലിം യാദവ് ബെൽറ്റാണ് കോൺഗ്രസിൻ്റെയും RJDയും ശക്തിദുർഗം. OBCക്കാരും ഉയർന്ന ജാതിയിലുള്ള ഹിന്ദുക്കളും, അതായത് പൊതുവെ ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള മറ്റൊരു മേഖല, അതാണ് BJPയുടെ ശക്തി കേന്ദ്രം. യാദവ് മുസ്ലിം ബെൽറ്റ് ഉണ്ടല്ലോ, അതാണ് ഈ സീമാഞ്ചൽ മേഖലയിൽ. ഈ ഇടത്താണ് ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഡിലീറ്റ് ചെയ്യപ്പെടുന്നത്. BJPയുടെ ആരോപണവും ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അത് ബംഗ്ലാദേശി കുടിയേറ്റക്കാർ കൂടുതലുള്ള മേഖലയാണ്. 3500-ൽ താഴെ വോട്ടിങ്ങിൽ വ്യത്യാസമുള്ള, അതായത് ഒന്നാമതും രണ്ടാമതും എത്തിയ കക്ഷികൾ തമ്മിൽ 3500 വോട്ടിൽ താഴെ വ്യത്യാസമുള്ള 40-ലധികം മണ്ഡലങ്ങൾ ബീഹാറിലുണ്ട്. വളരെയധികം എണ്ണം കൂടുതൽ ഈ പറഞ്ഞ സീമാഞ്ചൽ മേഖലയിലാണ്, അതായത് യാദവ് മുസ്ലിം ബെൽറ്റിൻ്റെ ശക്തി കേന്ദ്രത്തിൽ. ഈ അവസ്ഥയിൽ രാഹുൽ ഗാന്ധി എന്നല്ല ആരും കളത്തിലിറങ്ങിപ്പോവും. അതാണ് ബീഹാറിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി. കോൺഗ്രസിന് കിട്ടേണ്ട മുസ്ലിം വോട്ടുകളിലാണ് വലിയ പ്രശ്നമുള്ളത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ലക്ഷ്യമിടുന്ന ഒരു കാര്യമുണ്ട്. അഥവാ കുറച്ച് വോട്ടുകൾ ഈ പറഞ്ഞ SIRലൂടെ നഷ്ടപ്പെട്ടാലും ബാക്കിയുള്ള മുസ്ലിം വോട്ടുകൾ കേന്ദ്രീകരിക്കുക, തങ്ങൾക്ക് കിട്ടാവുന്ന വോട്ടുകൾ മാക്സിമം തങ്ങളുടെ പെട്ടിയിൽ വീഴുക. അതാണ് വോട്ടർ അധികാർ യാത്രയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. കോൺഗ്രസിന് അങ്ങനെ ആകെയുള്ള മാർഗം കടുത്ത രീതിയിൽ കൺസോളിഡേഷൻ തങ്ങൾക്ക് അനുകൂലമായി ഉണ്ടാക്കുക. ഡിലീറ്റ് ചെയ്യപ്പെടുന്ന വോട്ടുകളുടെ എണ്ണത്തിൽ അങ്ങനെ ഉണ്ടാകുന്ന കുറവ് അങ്ങനെ പരിഹരിക്കപ്പെടാം എന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. പക്ഷേ ഈ ഒരൊറ്റ കാര്യം മതിയോ കോൺഗ്രസ്സിന് ബീഹാറിൽ വിജയത്തിലെത്താൻ? പോരാ. കോൺഗ്രസ് നേരിടുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട്. മറ്റ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് നേരിടുന്ന അതേ ഒരു വെല്ലുവിളി ബീഹാറിലുമുണ്ട്. കോൺഗ്രസ് ഇവിടെയും ഒരു ജൂനിയർ പാർട്ട്ണറാണ്. തീരുമാനങ്ങൾ എടുക്കുക കോൺഗ്രസ് അല്ല. തമിഴ്നാട്ടിൽ സ്റ്റാലിനാണെങ്കിൽ ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് തേജസ്വിയാണ്, രാഹുലല്ല. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ 144 സീറ്റിൽ RJD മത്സരിച്ചു. അവരതിൽ 75 ഇടത്ത് വിജയിച്ചു. പക്ഷെ കോൺഗ്രസിന് RJD കൊടുത്തത് വെറും 70 സീറ്റുകളാണ്. അതിലവർ വിജയിച്ചതാകട്ടെ 19 ഇടത്തും. കിട്ടിയ സീറ്റുകളുടെ എണ്ണം തന്നെ വളരെ കുറവ്. കോൺഗ്രസ് പറയുന്നത് അവർക്ക് കിട്ടിയ സീറ്റുകൾ വിജയസാധ്യത വളരെ കുറഞ്ഞതായിരുന്നു എന്നാണ്. പക്ഷേ RJDയുടെ വാദം
കോൺഗ്രസിൻ്റെ പ്രവർത്തനം നന്നായി പോയില്ല എന്നും കോൺഗ്രസ്സിന് ബീഹാറിൽ അത്ര വലിയ ശക്തിയില്ല എന്നുമാണ്. അതേസമയം NDAയിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. കഴിഞ്ഞ തവണ കൃത്യമായി പകുതിയെടുത്ത് BJPയും പകുതിയെടുത്ത് നിതീഷിൻ്റെ പാർട്ടിയുമാണ് മത്സരിച്ചത്. ഈ യാത്രയുടെ മൊത്തം സ്ട്രക്ചർ പരിശോധിച്ചാൽ ഈ ഒരു കൺസോളിഡേഷൻ സാധിക്കുന്ന രീതിയിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തി ദുർഗങ്ങളിൽ ഒന്നിൽ നിന്നാണ് ഈ യാത്ര ആരംഭിച്ചത്. കോൺഗ്രസ് കഴിഞ്ഞ തവണ വിജയിച്ച മണ്ഡലം, ധാരാളം പ്രവർത്തകരുള്ള കഴിഞ്ഞ തവണ വിജയിച്ച ഒരു മണ്ഡലത്തിൽ നിന്ന് യാത്ര തുടങ്ങിയതോടെ ആ യാത്രയിൽ ഒരു ഓളം ഉണ്ടാക്കാൻ കോൺഗ്രസിന് സാധിച്ചു. അതായത് ധാരാളം പ്രവർത്തകർ എത്തുന്നു, രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു, മീഡിയ അത് കവർ ചെയ്യുന്നു. ഇതൊക്കെ അവർ ഭാരത് ജോഡോ യാത്രയിലൂടെ മനസ്സിലാക്കിയതാണ്. എങ്ങനെ ഒരു യാത്ര സംഘടിപ്പിക്കാം, എങ്ങനെ ആളുകളെ കൂട്ടാം, എങ്ങനെ ഇത് പത്രമാധ്യമങ്ങളിലെത്തി രാജ്യമാകെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ നടപ്പിലാക്കാം എന്ന്. ഇതിൽ വളരെയധികം സ്ഥലം കവർ ചെയ്യുന്നത് കോൺഗ്രസിന് ശക്തിയുള്ള സ്ഥലങ്ങളിലൂടെയാണ്. അതായത് പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഇതേപ്പറ്റി വരുന്ന റിപ്പോർട്ടുകൾ കോൺഗ്രസിനും രാഹുലിനും ലഭിക്കുന്ന ഗംഭീര സ്വീകരണങ്ങളുടേതാണ്. പൊതുവെ ഏത് സ്ഥലത്തൂടെയാണ് യാത്ര, BJPയുടെ ശക്തി ദുർഗത്തിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ രാഹുലിന് സ്വീകരണം കിട്ടിയോ, ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിൽ കൂടുതൽ രാഹുലിന് അവിടെ നിന്ന് ലഭിക്കുന്ന പബ്ലിസിറ്റി, അതാണ് മാധ്യമങ്ങളിലെത്തുക. ഇത് മനസ്സിലാക്കാൻ ഗൂഗിളിൻ്റെ ട്രെൻഡ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. വോട്ടധികാര യാത്ര കടന്നു പോകുന്ന സമയത്ത്, അതായത് അത് തുടങ്ങിയതോടുകൂടി രാഹുലിൻ്റെ ഗൂഗിൾ ട്രെൻഡ്സിലെ ഇതൊക്കെ കാണാം. രാഹുലിൻ്റെ ഗ്രാഫ് മുകളിലേക്ക് ഉയർന്നു എന്ന് മാത്രമല്ല, നിതീഷ് കുമാറിനേക്കാൾ ഒക്കെ മുകളിലേക്ക് എത്താൻ രാഹുലിന് സാധിച്ചു. അങ്ങനെ മാധ്യമങ്ങളിലൊന്നും സാധാരണ വന്നിരുന്ന ഒരു സംഭവമായിരുന്നില്ല ഈ മഖാന. പക്ഷേ അന്താരാഷ്ട്ര ശ്രദ്ധ ഈ അടുത്തിടയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ ഫുഡാണ് മഖാന. അതിനെപ്പറ്റി ചർച്ചകൾ വരുന്നു, മഖാന ബോർഡ് വരുന്നു. അതായത് മാധ്യമ ശ്രദ്ധ കിട്ടുന്ന ഒരു കാര്യം കൃത്യമായി കണ്ടുപിടിച്ച് അവിടെ രാഹുലിനെ എത്തിക്കാനും അത് മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യാനും കോൺഗ്രസിന് സാധിച്ചു. ഇനി ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ പറഞ്ഞ മഖാന കൃഷിക്കാരുള്ള സ്ഥലം ഒരു മുസ്ലിം ബെൽറ്റാണ്, കോൺഗ്രസിൻ്റെ ശക്തി ദുർഗമാണതും. അപ്പോൾ കൃത്യമായി പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു യാത്രയാണ് വോട്ടർ അധികാർ യാത്ര. രാഹുൽ ഗാന്ധിയെ കാത്തിരിക്കുന്ന 3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, മോഡി ഫാക്ടർ. നമ്മൾ കണ്ടു എങ്ങനെയാണ് രാഹുലിൻ്റെ ട്രെൻഡ് മുകളിലേക്ക് പോയത് എന്ന്. പക്ഷേ മോദിയുടെ ബീഹാർ പര്യടനം ആരംഭിച്ചതോടെ ആ ട്രെൻഡിന് മുകളിലെത്തി മോദിയുടെ ട്രെൻഡ്. കോൺഗ്രസ് ഒരു വശത്ത് കൺസോളിഡേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ കൺസോളിഡേഷൻ ഒരു വശത്ത് മാത്രമല്ല നടക്കുക എന്നതും ആലോചിക്കണം. കോൺഗ്രസ് ഉയർത്തുന്ന ആരോപണം ന്യൂനപക്ഷങ്ങളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കാൻ BJP ശ്രമിക്കുന്നുവെന്നാണ്. തിരിച്ച് BJPയുടെയും മോദിയുടെയും ആരോപണം ബംഗ്ലാദേശി കുടിയേറ്റക്കാരാണ് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത് എന്നാണ്. അതായത് കൺസോളിഡേഷൻ ഒരു വശത്ത് മാത്രമല്ല നടക്കുക, 2 വശത്തും നടക്കും. കോൺഗ്രസിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് കൺസോളിഡേഷൻ നടന്ന് വോട്ട് കൂടിയാൽ, അതേപോലെ കോൺഗ്രസിന് സ്വാധീനം കുറവുള്ള ഇടങ്ങളിൽ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ തിരിച്ചും കൺസോളിഡേഷൻ ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് കോൺഗ്രസിന് കൂടാൻ സാധ്യതയുള്ള അത്ര വോട്ടുകൾ BJPക്കും കൂടും. രണ്ടാമത്തെ പ്രശ്നം തേജസ്വി യാദവാണ്. തേജസ്വി രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ തങ്ങൾക്ക് വിജയസാധ്യതയുള്ള 2-3 സീറ്റുകൾ കൂടുതൽ കൊടുക്കേണ്ട ആവശ്യം എന്താണ്? ബീഹാറിലെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മാറിമറിയുന്നതെന്ന് യാതൊരു നിശ്ചയവും ആർക്കുമില്ല. അവിടെ തങ്ങൾക്ക് വിലപേശാൻ ഉപയോഗപ്പെടുന്ന ഒരു കാര്യം 2-3 കൂടുതൽ വോട്ടുകൾ രാഹുൽ ഗാന്ധിക്ക് കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ വിവരം കോൺഗ്രസിനും അറിയാം. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇതുവരെ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അംഗീകരിക്കാത്തത്. മൂന്നാമത്തെ പ്രശ്നം രാഹുൽ ഗാന്ധി സ്വയമാണ്. ഏതാണ്ട് അമിത് ഷായുടെയും അരവിന്ദ് കെജ്രിവാളിൻ്റെയും ഒക്കെ പ്രായത്തിനടുത്ത് പ്രായമുള്ള രാഹുൽ ഗാന്ധി ഇപ്പോഴും ഒരു യുവാവാണ് എന്നും പക്വത പൂർണ്ണമായി എത്തിയിട്ടില്ല എന്നുമാണ് പലരുടെയും ആരോപണം. ഇത് ശരിവെക്കുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധിയുടെ പല നീക്കങ്ങളും. ഉദാഹരണത്തിന് ബീഹാറിലെത്തിയ രാഹുൽ ഗാന്ധി കർഷകരോട് ചോദിക്കുന്ന ഒരു കാര്യം പല വീഡിയോകളും വെളിയിൽ വന്നിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ കൃഷി ചെയ്ത് കിട്ടുന്ന ഈ ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിൽക്കാൻ സാധിക്കാത്തത് എന്ന്. സത്യത്തിൽ എന്തൊരു അബദ്ധമായിരുന്നു അത്. കാരണം രാഹുൽ ഗാന്ധി അടക്കം നേരിട്ട് സമരത്തിനിറങ്ങിയതാണ് കർഷക ബില്ലിനെ പറ്റി. കർഷക ബില്ലിൻ്റെ ശുപാർശ തന്നെ ആളുകൾക്ക് ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിൽക്കാൻ സാധിക്കണം എന്നായിരുന്നു. ഈ ഒരൊറ്റ കാര്യം മതി രാഹുൽ ഗാന്ധി പുലർത്തുന്ന പോളിസിയും ഗ്രൗണ്ട് റിയലുള്ള റിയാലിറ്റിയെ പറ്റി രാഹുൽ ഗാന്ധിക്ക് വലിയ ധാരണയില്ല എന്നുമുള്ളൊരു കാര്യം ആളുകൾക്ക് തോന്നാൻ.
ഇത്തരം പല കാര്യങ്ങളും രാഹുൽ ഗാന്ധി ആവർത്തിക്കുന്നുണ്ട്. നിതീഷ് കുമാറിനെ പോലെയും നരേന്ദ്രമോദിയെ പോലെ ഒക്കെയുമുള്ള സീസൺഡ് പൊളിറ്റീഷ്യൻസിൻ്റെ മുമ്പിലേക്ക് എത്തിപ്പെടുമ്പോൾ രാഹുൽ ഗാന്ധി പതറുന്നത് ഇതുകൊണ്ടൊക്കെയാണ്. രാഹുൽ 10.0 ആയതിനു ശേഷവും പൂർണ്ണമായ രീതിയിൽ ഒരു മെച്യൂരിറ്റിയിൽ എത്തിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. ചുരുക്കത്തിൽ ഇതൊക്കെയാണ് വോട്ടർ അധികാര യാത്രയുടെ ലക്ഷ്യങ്ങൾ. യാത്ര നന്നായി പ്ലാൻ ചെയ്ത് നന്നായി എക്സിക്യൂട്ട് ചെയ്ത് ആളുകൾ ധാരാളം പങ്കെടുക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ യാത്ര കൊണ്ട് കോൺഗ്രസിന് ബീഹാറിൽ വിജയിക്കാൻ സാധിക്കുമോ എന്ന് കണ്ടറിയണം. കാരണം രാഹുലിനെ കാത്തിരിക്കുന്ന വലിയ ചാലഞ്ചുകളാണ്. ഇനി അങ്ങോട്ട് മോദി ഫാക്ടർ ഒരു വിഷയമാകുമ്പോൾ എണ്ണത്തിൽ കുറയപ്പെടുന്ന വോട്ടർമാർ ഏത് ഭാഗത്താണ് പോകുന്നത് എന്നും അവിടെ മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടായാൽ മറുവശത്ത് ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടാകുമോ എന്നും നമുക്ക് കാത്തിരുന്ന് കാണാം.